ലോണാപ്പ് തട്ടിപ്പ് കേസിൽ മുഖ്യകണ്ണികൾ നിരീക്ഷണത്തിലാണ്. രാജ്യാന്തര അന്വേഷണത്തിൽ കൂടുതൽ കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായം തേടിയിരിക്കുകയാണ് ഇഡി. എന്നാൽ സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്നുള്ള ഇഡി സംയുക്ത അന്വേഷണത്തിന് തടസ്സങ്ങളേറെയാണ്. മുഖ്യ സൂത്രധാരരെ കണ്ടെത്തുന്നതിന് സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസികളിൽ നിന്ന് പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടില്ല. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സുധീഷ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ ലോണാപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ഇ.ഡി. അന്വേഷിക്കുന്നത് ഈ മുസ്തഫ കമാൽ എന്ന ഇതിൻ്റെ മുഖ്യ സൂത്രധാരനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഏറ്റവും പ്രധാനമായും സിംഗപ്പൂരിലെ അന്വേഷണ ഏജൻസിയുടെ സഹായം തേടിയത്. എന്നാൽ അവരുടെ പൂർണ്ണമായ ഒരു സഹകരണം ലഭിക്കാത്തത് ഈ അന്വേഷണത്തിന് മുന്നോട്ടുള്ള പോക്കിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. ഇതോടെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായത്തോടെ ഈ മുഖ്യ കണ്ണിയിലേക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന ആസൂത്രകരായ വിദേശത്തുള്ള മറ്റ് പലരിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റിലായ 6 പേരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇതിൽ കണ്ണികളായ പലരും നിരീക്ഷണത്തിലാണ്. അവരുടെ കൂടി അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും വലിയ തട്ടിപ്പ്, വലിയ ആസൂത്രിതമായ തട്ടിപ്പ് തന്നെയാണ് നടന്നത്. ഇതിൽ സിംഗപ്പൂർ, ചൈന അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പണം എത്തിയിട്ടുള്ളതായി കണ്ടെത്തി. ഇതിനുവേണ്ടി വിവിധ വിദ്യാർത്ഥികളുടെ അടക്കം മേൽവിലാസവും തിരിച്ചറിയൽ രേഖകളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം പോയതിൻ്റെ സ്രോതസ് അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് പ്രധാനമായും പോയ പണം എവിടേക്ക് എത്തി എന്നത് ഈ കള്ളപ്പണത്തിൻ്റെ സ്രോതസ്സുകളിലേക്കും അന്വേഷണം എത്തണമെങ്കിൽ അതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം വേണം. അതുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സുഗമമായി ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇഡിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരള പോലീസും മറ്റും ഇരുട്ടിൽ തപ്പിയതാണ് ഈ ലോണാപ്പ് തട്ടിപ്പിന് ഇരയായി ഇല്ലെങ്കിൽ അവരുടെ വിവിധ തരത്തിലുള്ള ഭീഷണികളും ചൂഷണങ്ങളുമെല്ലാം കാരണം ആത്മഹത്യ ചെയ്ത നിരവധി കുടുംബങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ തട്ടിപ്പ് നടത്തുന്നവരെ കണ്ടെത്തുന്നതിന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. എന്നാൽ അതിൽപ്പെട്ട 6 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനമായ സംഭവമാണ്. അവരിലൂടെയാണ് ഇപ്പോൾ മറ്റു വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ മറ്റ് ഏജൻസികളുടെ കൂടെ സഹായം തേടാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇഡി എത്തിയിട്ടുള്ളതും. ദേവിക.